ഒരു ആക്ടറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കംബാക്ക് സ്റ്റോറി നിങ്ങൾക്ക് അറിയാമോ? ഈ ആക്ടർ വേറെ ആരുമല്ല, സിൽവസ്റ്റർ സ്റ്റലോൺ ആണ്. ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ആ സ്റ്റോറി ഓർമ്മ വന്നതാണ്. സ്റ്റലോണിന് മേജർ ഹോളിവുഡ് റോൾസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ ആയിരുന്നു. ആ സമയം ഇദ്ദേഹം ബ്രോക്ക് ആയിരുന്നു. 5 പൈസ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പുള്ളി തന്റെ പെറ്റായ ബട്ട്കസിനെ വരെ വിറ്റു, ബിക്കോസ് ഹി കാണ്ട് അഫോർഡ് ഹാവിങ് എ പെറ്റ്. അത്രയും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ബോക്സിംഗ് മാച്ച് കാണാൻ പോയി. ആ ബോക്സിംഗ് മാച്ച് കണ്ട് ഇൻസ്പയർ ആയിട്ട് പുള്ളി ബോക്സിംഗിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതി. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഇദ്ദേഹം പല സ്റ്റുഡിയോസിന്റെ അടുത്തും പിച്ച് ചെയ്തു. ഒട്ടുമിക്ക സ്റ്റുഡിയോസിനും ഈ സ്ക്രിപ്റ്റ് ഇഷ്ടമായി. പക്ഷേ സ്റ്റലോണിന് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റോറി സിനിമയാക്കണേ ഇദ്ദേഹം തന്നെ ആയിരിക്കും അതിലെ മെയിൻ ആക്ടർ. അതിന് പല സ്റ്റുഡിയോകൾക്കും എഗ്രി ചെയ്യാൻ സാധിച്ചില്ല. ഈ സ്ക്രിപ്റ്റിന് വേണ്ടി നല്ല നല്ല ഓഫേഴ്സ് പല സ്റ്റുഡിയോസും കൊടുത്തിരുന്നു. സ്റ്റലോൺ തന്റെ ഡിമാൻഡ് തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ഇവഞ്ച്വലി ഒരു സ്മോൾ സ്റ്റുഡിയോക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയും ഈ ഡിമാൻഡ്സ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഹോളിവുഡിന്റെ വൺ ഓഫ് ദി മൈൽ സ്റ്റോൺ ആയ റോക്കി എന്ന് പറയുന്ന മൂവി ഉണ്ടാവുന്നത്. ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ബ്രോക്ക് ആയിട്ടിരുന്നപ്പോൾ വിറ്റ ബട്ട്കസിനെ ട്രാക്ക് ചെയ്ത് ഇദ്ദേഹം തിരിച്ചു വാങ്ങി ഈ മൂവിയിൽ റോക്കി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പെറ്റായിട്ട് കാണിക്കുന്നത് ഈ ബട്ട്കസിനെ തന്നെയാണ്.